رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب صدق الله العظيم. വേദിയിലും സദസ്സിലുമുള്ള മഹൽ വ്യക്തിത്വങ്ങളെ, സുന്നി മഹൽ ഫെഡറേഷൻ്റെ നാഷണൽ ഡെലിഗേറ്റ്സ് ക്യാമ്പിലെ നേതൃത്വം വ്യക്തിത്വം സെഷനിലാണ് നാം സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമം കബൂൽ ചെയ്യുമാറാവട്ടെ. ജീവിതകാലം മുഴുവനും അള്ളാഹുവിൻ്റെ ത്വാഅത്തിലും അവൻ്റെ ദീനിൻ്റെ ഖിദ്മത്തിലുമായി നിലകൊള്ളുവാനും മരിക്കുന്ന സമയത്ത് ഈമാനോടെ തൗബയോടെ മരിക്കുവാനും മരണശേഷം സ്വാലിഹീങ്ങളോടൊപ്പം വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സുന്നി മഹല്ലി ഫെഡറേഷൻ്റെ ആത്മീക നേതൃത്വമായിരുന്ന ഷെയ്ഖുന ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ, അതിൻ്റെ ജീവനാഡികളായിരുന്ന മൗലാന എം ബഷീർ മുസ്ലിയാർ, മർഹൂം CH ഐദറോസ് മുസ്ലിയാർ, മർഹൂം ബാപ്പുട്ടി ഹാജി, അതിന് ദീർഘകാലം നേതൃത്വം നൽകിയിരുന്ന ഷെയ്ഖുന ശംസുൽ ഉലമ, ഷെയ്ഖുന സൈനുൽ ഉലമ നവ്വറല്ലാഹു മറാഖിദഹും, അവരൊക്കെ അനുസ്മരിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അള്ളാഹു അവരുടെ തണലിലൂടെ നീങ്ങാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സൂറത്തുന്നൂറിൽ കുറെ വീടുകളിലാണ്. ആ വീടുകൾ ഉയർത്തിപ്പൊക്കാൻ അള്ളാഹു അനുമതി നൽകിയിരിക്കുന്നു. അതിൽ അള്ളാഹുവിൻ്റെ പേര് ഓർക്കപ്പെടുന്നു. രാവിലെയും വൈകുന്നേരവും ആ വീട്ടിലിരുന്ന് അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. തസ്ബീഹ് ചൊല്ലിക്കുന്നത് ആരാണ്? റിജാലുല്ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാ. യാതൊരു കച്ചവടവും യാതൊരു ബിസിനസ്സും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് അശ്രദ്ധമാക്കാത്ത പുരുഷന്മാർ. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. കണ്ണുകളും ഹൃദയങ്ങളും കീഴ്മേൽ മറിയുന്ന ദിവസം അവർ ഭയപ്പെടുന്നു. ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകളൊക്കെ മസ്ജിദുകളിൽ സേവനം ചെയ്യുന്നവരോ മസ്ജിദുകൾക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവരോ ആണ്. നമ്മുടെ വിശേഷണമായി അള്ളാഹു പറഞ്ഞത് ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാ. കച്ചവട മനസ്സ്, ബിസിനസ്സിനോടുള്ള താല്പര്യം അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്നും നിസ്കാരം നിർവഹിക്കുന്നതിൽ നിന്നും സക്കാത്ത് നൽകുന്നതിൽ നിന്നും നമ്മെ അശ്രദ്ധമാക്കുന്നില്ല എന്നാണ്. മസ്ജിദുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് ദീനീ സേവനം അവരുടെ മറ്റു ഏർപ്പാടുകളെക്കാൾ പ്രധാനമാകണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ പ്രേരണ എന്താണെന്ന് കൂടി അള്ളാഹു പറയുന്നുണ്ട്. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ഹൃദയങ്ങളും കണ്ണുകളും ഒക്കെ കീഴ്മേൽ മറിയുന്ന ഒരു ദിവസത്തെക്കുറിച്ച് ശരിയായ ഭയമുള്ളവരായിരിക്കും മസ്ജിദുകളുമായി ബന്ധപ്പെട്ടവർ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ നഗരിയുടെ പേര് വാദി ഖുബ എന്നാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി നിർമ്മിച്ച മസ്ജിദിൻ്റെ പേരാണല്ലോ മസ്ജിദ് ഖുബ. മദീനയിലെത്തി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിക്ക് നേതൃത്വം നൽകി. പള്ളി നിർമ്മിച്ച് അവിടുത്തെ ഇമാമും അവിടുത്തെ പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. നബിമാരുടെ ദൗത്യമാണ് യഥാർത്ഥത്തിൽ മസ്ജിദുകളുടെ കമ്മിറ്റി നിർവഹിക്കേണ്ടത് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജീവിതത്തിലൂടെ സൂചിപ്പിക്കുന്നത്. എന്താണ് നബിമാർ വന്ന് സമൂഹത്തോട് പറഞ്ഞത്? ഓരോ നബിമാരുടെ നിയോഗത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ആദ് സമൂഹത്തിലേക്ക് അവരുടെ സഹോദരനായ ഹൂദ് നബി അലൈഹിസ്സലാമിനെ നാം നിയോഗിച്ചു. വൈലാ സമൂദ അഖാഹും സാലിഹ. സമൂദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരനായ സാലിഹിനെ നിയോഗിച്ചു.
ഈ സഹോദരനാവുക എന്നതാണ് ഓരോ ഇമാമുമാർക്കും നിർവഹിക്കുവാനുള്ളത്. തൻ്റെ മുഖ്തദീങ്ങളെ, തങ്ങളുടെ പിന്നിൽ നിസ്കരിക്കുന്നവരെ, ആ മഹല്ലിൽ ജീവിക്കുന്ന, ആ മഹല്ലിൽ താമസിക്കുന്ന ആളുകളെ, തൻ്റെ ജുമുഅ കേൾക്കാൻ വേണ്ടി, ഖുതുബ കേൾക്കാൻ വേണ്ടി വരുന്ന ആളുകളെ സഹോദരങ്ങളായി കാണാൻ കഴിയുക. എന്നിട്ടോ പ്രവാചകന്മാരൊക്കെ ഉത്ബോധിപ്പിച്ചത് എന്താ? യാ ഖൗമി, എൻ്റെ ജനതയെ എന്നാണ്. തന്നിലേക്ക് കൂട്ടിയാണ് ജനങ്ങളെ അഭിസംബോധിച്ചത്. ആരോടെങ്കിലും സംസാരിക്കുകയല്ല. എൻ്റെ ജനതയെ, എൻ്റെ സമൂഹമേ, എൻ്റെ സഹോദരങ്ങളെ എന്ന ഉത്ബോധനമാണ് ഓരോ നബിമാരും സമൂഹത്തോടെ നൽകിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ആ നബിമാരൊക്കെ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത്? വഅന ലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് സത്യസന്ധനായ ഒരു ഗുണകാംക്ഷിയാണ്. ഈ നസീഹത്ത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ ഒരു പ്രധാന ദൗത്യമായി ഞാൻ മനസ്സിലാക്കുന്നത്. ഗുണകാംക്ഷയോടുകൂടെയുള്ളൊരു സംസാരം, ഓഡിയൻസിനെ ശത്രുക്കളായി കാണാതെ, ഓഡിയൻസിൽ നിന്ന് അകന്നു നിൽക്കാതെ, സംസാരിക്കുന്നവൻ്റെ മുന്നിൽ, പ്രവർത്തിക്കുന്നവൻ്റെ മുന്നിൽ, മഹല്ല് ഭാരവാഹികളുടെ മുന്നിൽ നിലകൊള്ളുന്ന ഒരു സമൂഹത്തെ നസീഹത്തോടുകൂടി സമീപിക്കുക, അവരുടെ നന്മകൾ ഉൾക്കൊള്ളുക, അവർക്ക് നന്മ പ്രസരണം ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം നമ്മുടെ സംസാരങ്ങൾ. ആ രീതിയിലേക്കുള്ളൊരു പരിവർത്തനം. അങ്ങനെയാകുമ്പോഴാണ് നബിമാർ നിർവഹിച്ച ദൗത്യത്തിലേക്ക് നമുക്കെത്താൻ കഴിയുക. വിവിധ കാഴ്ചപ്പാടുകളുള്ള ആളുകളുണ്ടാകും, വിവിധ സംഘടനകളുടെ അനുഭാവികളുണ്ടാകും. എല്ലാവർക്കും നസീഹത്ത് നൽകാനാണ് നമുക്ക് സാധ്യമാകേണ്ടത്. നമ്മുടെ ഉസ്താദുമാരൊക്കെ ശീലിപ്പിച്ചത് അതാ. വർഷങ്ങൾക്ക് മുമ്പ് തിരൂരിനടുത്ത ഇരിങ്ങാവൂരിൽ ശംസുലമയും സദഖത്തുൽ മുസ്ലിയാരും കൂടി സംഗമിച്ചൊരു പരിപാടിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സമസ്ഥാനയുണ്ടാക്കി മറ്റൊരു സംഘടനയായി സദഖത്തുൽ മുസ്ലിയാർ നീങ്ങുമ്പോൾ രണ്ടുപേരും കൂടി സംഗമിക്കുന്ന ഒരു പരിപാടിയിലേക്ക് ഒരുപാട് ആളുകൾ വന്നു. മഗ്രിബ് നിസ്കാരത്തിന് പള്ളിയിലേക്ക് എത്തി. നിസ്കാരം കഴിഞ്ഞ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ രണ്ട് മഹാന്മാരും തമ്മിൽ തർക്കമാണ്. എന്തിനാ തർക്കം? പിന്നിൽ നടക്കാൻ, മുന്നിൽ നടക്കാനല്ല. ശംസുൽ പറഞ്ഞു സദഖത്തുൽ മുസ്ലിയാരോട്, നിങ്ങൾ മുന്നിൽ നടക്കും. സദഖത്തുൽ മുസ്ലിയാർ പറഞ്ഞു, അല്ല, നിങ്ങൾ മുന്നിൽ നടക്കൂ. അവസാനം ശംസുൽ പറഞ്ഞു, അത്രേ, വലിയവർ മുന്നിൽ നടക്കട്ടെ. അപ്പോൾ സദഖത്തുൽ മുസ്ലിയാർ പറഞ്ഞു, വലിയവർ പറഞ്ഞത് അനുസരിക്കട്ടെ എന്ന് പറഞ്ഞു മുന്നിൽ നടന്നു. ഇത്ര സുന്ദരമായൊരു പെരുമാറ്റ രീതി ഉണ്ടായിരുന്നു കേരളത്തിൽ. അതാണ് നസീഹത്ത്. പരസ്പരം ബഹുമാനിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം അറിയുവാനുമുള്ള മനസ്സ്. ഇതാണ് ഓരോ നബിക്കും തൻ്റെ സമൂഹത്തെക്കുറിച്ചുണ്ടായിരുന്ന കാഴ്ചപ്പാട്. വഅന ലക്കും നാസിഹുൻ അമീൻ. പ്രവാചകന്മാർ പറഞ്ഞ മറ്റൊരു കാര്യം, ലാ അസ്അലുക്കും അലൈഹി അജ്റ, ലാ അസ്അലുക്കും അലൈഹി അജ്റ, ഈ കാര്യത്തിൽ ഞാൻ യാതൊരു പ്രതിഫലവും നിങ്ങളോട് ചോദിക്കുന്നില്ല. പള്ളിയിൽ സേവനം ചെയ്യുന്ന ഉസ്താദുമാർ സമൂഹത്തോട് പ്രതിഫലം ചോദിച്ചുകൊണ്ടല്ല അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്. അവർക്ക് പ്രതിഫലം സമൂഹം ഹദിയയായി നൽകണം. ഒരു ചോദ്യത്തിനുള്ളൊരു അവസരം ഉണ്ടാകരുത്. അത് മഹല്ല് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം. ഈ ഉസ്താദുമാരൊക്കെ പള്ളിയിൽ സേവനം ചെയ്യുന്നത് അവരുടെ ഉപജീവനത്തിൻ്റെ മാർഗമായിട്ടാണ് എന്നൊന്നും പള്ളി കമ്മിറ്റിക്കാർ തെറ്റിദ്ധരിക്കരുത്. ദീന് സജീവമാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവർക്ക് ബിസിനസ് നടത്താൻ കഴിയൂലേ? ഷറഹുല്ലഖായിദും ജമുൽ ജവാമിയും തുഹ്ഫത്തുൽ മുഹ്താജും ഷറഹുല്ലഖായിദും മൈബദിയൊക്കെ ഓതിയ ആളുകൾക്ക് ഒരു 4 പറമ്പ് കച്ചവടം ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നല്ല ബിസിനസ് നടത്താൻ കഴിയുന്ന ആളുകളാണ് ഉസ്താദുമാർ. പക്ഷെ അവരൊക്കെ പള്ളിയിൽ സേവനം ചെയ്യുന്നത് ദീന് സജീവമാക്കാനാണ്. അതുകൊണ്ട് എനിക്ക് ഇത്ര ശമ്പളം തരണമെന്നൊരു ചോദ്യം വരുന്നതിൻ്റെ മുമ്പ് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ, അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. കാരണം ദീന് സജീവമായത് ഹിജ്റത്ത് കൊണ്ടും നുസ്രത്ത് കൊണ്ടുമാണ്. മക്കയിൽ നിന്ന് മദീനയിലെത്തിയ മുഹാജിറുകളെ വേണ്ട വിധം സഹായിക്കാൻ മദീനയിലെ അൻസാരികൾ തയ്യാറായതുകൊണ്ടാണ് നീണ്ട 14 നൂറ്റാണ്ട് കാലം ഈ ഇസ്ലാം സഞ്ചരിച്ച് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേർന്നത്. ഇന്ന് മറ്റൊരു നാട്ടിൽ പിറന്ന് വേറൊരു നാട്ടിലേക്ക് സേവനത്തിന് വരുന്ന ഉസ്താദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന രീതിയിലുള്ള ഒരു ഭാവത്തോടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
ദീന് സജീവമാക്കാൻ, ആ നാട്ടിൽ ദീനിയായ ഉണർവുണ്ടാക്കാൻ, അവരുടെ മുന്നിൽ അൻസാരികളായി നിൽക്കാനാണ് കമ്മിറ്റിക്കാരായ ആളുകൾ തയ്യാറാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ ചിന്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നേതൃരംഗത്തുള്ള ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം നേതൃത്വം ചോദിച്ചു വാങ്ങരുത് എന്നാണ്. ഇന്ന് മഹല്ലുകളിലൊക്കെ പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുന്നത് നേതാവാകാൻ വേണ്ടി കുപ്പായം തുന്നി വെച്ച ആളുകളുടെ കൂടുതൽ സാന്നിധ്യം കൊണ്ടാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു വചനം, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് മനസ്സിൽ നിന്ന് മറന്നു പോകരുത്. നബി തങ്ങൾ പറയാണ്, ലാ തസ്അലിൽ ഇമാറ, നേതൃത്വം ചോദിച്ചു വാങ്ങരുത്. ഫഇന്നക ഇൻ ഉഅതീതഹാ അൻ ഗൈരി അൻ മസ്അലത്തിൻ വകിൽത ഇലൈഹാ, ചോദിച്ചുകൊണ്ട് നേതൃത്വം നിനക്ക് കിട്ടിയാൽ നീ തന്നെ അതിലേക്ക് ഏൽപ്പിക്കപ്പെടും, അള്ളാഹുവിന്റെ സഹായം നിനക്കുണ്ടാവില്ല. വഇൻ ഉഅതീതഹാ മിൻ ഗൈരി മസ്അലത്തിൻ, ചോദിക്കാതെ നിനക്ക് ലഭ്യമായാലോ ഉഇൻത അലൈഹാ, അതിൽ അള്ളാഹുവിന്റെ സഹായം നിനക്കുണ്ടാവും. നേതൃത്വം ചോദിച്ചു വാങ്ങാതിരുന്നാൽ അള്ളാഹു നമ്മെ സഹായിക്കും. അത് അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ്. ദീന് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ദൗത്യം നിർവഹിക്കുമ്പോൾ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കും. അതുകൊണ്ട് നേതൃത്വം നമ്മൾ ചോദിച്ചു വാങ്ങരുത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ വചനം നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം. രണ്ടാമത്തെ കാര്യം ഇഖ്ലാസാണ്. ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ ഒരു നയമുണ്ട് സുഹൃത്തുക്കളെ. എന്ത് ചെയ്യുന്നു എന്നതിലേറെ എന്തിന് ചെയ്യുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത്. മക്കയിൽ നിന്ന് മദീനയിലെത്തിയ സ്വഹാബിമാരെ ഇരുത്തിയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് പഠിപ്പിച്ചത്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തുകൾ പ്രകാരമാകുന്നു. വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, ഓരോ മനുഷ്യനും അവൻ കരുതിയത് മാത്രമാ ഉള്ളത്. ഇത് പറഞ്ഞിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറയുകയാണ്. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, യാതൊരുത്തൻ്റെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമായോ അവൻ്റെ ഹിജ്റ അള്ളാഹുവിലേക്കും റസൂലിലേക്കുമായി പരിഗണിക്കപ്പെടും. വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ, യാതൊരുത്തൻ്റെ ഹിജ്റ അവൻ നേടിയെടുക്കുന്ന ദുനിയാവിനോ അവിമ്രഅത്തിൻ യൻകിഹുഹാ, അല്ലെങ്കിൽ അവൻ കെട്ടുന്ന പെണ്ണിനോ വേണ്ടിയാണെങ്കിൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈ, അവൻ്റെ പലായനം അവൻ ലക്ഷ്യമാക്കിയതെന്തോ അതിനുവേണ്ടിയായി പരിഗണിക്കപ്പെടും. ഇവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഉദാഹരണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹിജ്റയാണ്. സ്വന്തം നാടും കുടുംബവും ഉപേക്ഷിച്ച് കൂട്ടുകാരെ മാറ്റിവെച്ച് ജന്മനാട് വിട്ട് മദീനയിലേക്കെത്തിയ സ്വഹാബി വര്യന്മാർക്ക് അഭയാർത്ഥികളായി വരുമ്പോൾ സംരക്ഷിക്കാൻ ആളുകളുണ്ട് എന്ന ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റൊരാളുടെ വീട്ടിൽ താമസിക്കാനാ, മറ്റൊരാളുടെ കടയിൽ ജോലി ചെയ്യാനാ. എന്തായിരുന്നു അവരുടെ മുന്നിലുള്ള പ്രതിസന്ധി? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഇതേ മാർഗമുള്ളൂ. എന്നിട്ട് മദീനയിലെത്തിയ ഇത്ര വലിയ ത്യാഗം ചെയ്ത ആളുകളോട് 450 കിലോമീറ്ററിലേറെ വെയിൽ കൊണ്ട് ഒട്ടകപ്പുറത്തും നടന്നും കുതിരപ്പുറത്തും യാത്ര ചെയ്തു വന്നെത്തിയ ആളുകളോട് അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതിഫലമില്ല, എല്ലാവർക്കും കൂലിയില്ല. പ്രതിഫലമുള്ളത് അള്ളാഹുവിനെയും റസൂലിനെയും ലക്ഷ്യമാക്കിയവർക്ക് മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ പണം ചെലവഴിക്കുന്നിടത്തും പ്രയത്നം നടത്തുന്നിടത്തും പ്രസംഗങ്ങൾ നടത്തുന്നിടത്തും അള്ളാഹുവിൻ്റെ പൊരുത്തം കാംക്ഷിക്കുക എന്നതിനപ്പുറമുള്ള ലക്ഷ്യമാണ് നമുക്കെങ്കിൽ അതൊക്കെ ഈ ലോകത്ത് അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ എത്ര കൊല്ലി പൊട്ടിച്ച് പ്രസംഗിച്ചിട്ടും കാര്യമില്ല, എത്ര അനേക കോടികൾ ചെലവഴിച്ചിട്ടും കാര്യമില്ല. ഒരു 10 കാലം നമ്മൾ പള്ളിയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ മുത്തവല്ലിയായിട്ടും കാര്യമല്ല. അള്ളാഹു എന്താണോ ലക്ഷ്യമാക്കിയത് അവൻ്റെ പൊരുത്തം മാത്രമാണ് നമ്മുടെ പ്രചോദനമാവേണ്ടത്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. നിങ്ങളുടെ രൂപമോ നിങ്ങളുടെ ശരീരമോ അള്ളാഹു നോക്കുന്നില്ല. നിങ്ങൾ എത്ര സുന്ദരനാണ് എന്നത് അള്ളാഹുവിനൊരു പ്രശ്നമല്ല. നിങ്ങൾ എത്ര ആരോഗ്യവാനാണെന്നതും അള്ളാഹുവിന് പ്രശ്നമല്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, അള്ളാഹു നിങ്ങളുടെ മനസ്സിലെ നിങ്ങളുടെ മനോഭാവം എന്താണ്,
നിങ്ങളുടെ നിയ്യത്ത് എന്താണ്, നിങ്ങളുടെ ഉദ്ദേശ്യം എന്താണ്? ഇത് മാത്രമാണ് അള്ളാഹു നോക്കുന്നത്. ഈ ഒരു ബോധം മഹല്ല് നേതൃത്വം നൽകുന്ന, അവിടെ സേവനം ചെയ്യുന്ന ഉസ്താദുമാർക്കും ഭാരവാഹികൾക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. കാരണം ഇത് ഒരു അമാനത്തായി അള്ളാഹു ഏൽപ്പിച്ചു തന്നതാണ്. ഇതുകൊണ്ട് നമുക്ക് ദുനിയാവൊന്നും ഉണ്ടാവരുത്. ദുനിയാവ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ലക്ഷ്യമാകരുത്, പണവും ലക്ഷ്യമാവരുത്, പ്രശസ്തിയും ലക്ഷ്യമാവരുത്. കാരണം ഈ വഴി നമുക്ക് കൊണ്ടുതന്ന ഉസ്താദുമാരുടെ ഒക്കെ ഒരു ജീവിതമുണ്ട്. പൊതു ഫണ്ട് ഉപയോഗിച്ചിരുന്ന രീതി എത്ര സൂക്ഷ്മമായ. മസ്ജിദ് കൊണ്ട് മുതലാളിയാവണം, പള്ളിയിൽ സേവനം ചെയ്ത് പണക്കാരനാവണം എന്ന ലക്ഷ്യം ആർക്കും ഉണ്ടായിരുന്നില്ല. ഞാനൊരൊറ്റ സംഭവം പറയാം. വന്ദരായ കെട്ടിമാനം മുസ്ലിയാറിനവർ അല്ലാഹു മർക്കദ മഹാനവറുകൾക്ക് സമസ്ത ഒരു വാഹനം വാങ്ങിക്കൊടുത്തിരുന്നു. എൻ്റെ ഉപ്പ ഒരിക്കൽ അദ്ദേഹത്തോട് പറഞ്ഞു, ചേളാരിയിൽ വെച്ച, ഉസ്താദ് നിങ്ങൾ കരുവാരക്കുണ്ടിലേക്ക് പോവാണോ? അതെ, കരുവാരക്കുണ്ടിലേക്ക് പോവാണ്. എന്നാൽ എനിക്ക് KK അബ്ദുള്ള മുസ്ലിയാർ എന്ന് കാണണമെന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കാറിൽ വരട്ടെ? വരാലോ. അങ്ങനെ ഉപ്പ അദ്ദേഹത്തിൻ്റെ കാറിൽ പോയി. KK അബ്ദുള്ള മുസ്ലിയാരുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി എത്തിയപ്പോൾ മാനു മുസ്ലിയാർ എൻ്റെ ഉപ്പയോട് പറഞ്ഞു, അനമങ്ങാടെ നിങ്ങളിവിടെ ഇറങ്ങണം. ഈ കാർ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി സമസ്ത വാങ്ങിത്തന്ന കാറാണ്. ഞാൻ ഉപ്പ അബ്ദുള്ള മുസ്ലിയാരെ കാണാൻ ഉദ്ദേശിക്കുന്നില്ല. ആനമങ്ങാട് അബ്ദുറഹ്മാൻ മുസ്ലിയാർക്ക് ഈ കാർ ഉപയോഗിച്ച് അബ്ദുള്ള മുസ്ലിയാരെ കാണാൻ അള്ളാഹു അനുവാദം തന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾ ഒരു ഓട്ടോ വിളിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഈ മാനു മുസ്ലിയാരെ കാണാത്ത ആളുകൾ ഈ സദസ്സിൽ കൂടുതലൊന്നും ഉണ്ടാവില്ല. ആ മാതൃകയിലേക്കാണ് ഞാനും നിങ്ങളും എത്തേണ്ടത്. അല്പം പോലും പൊതു ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നൊരവസ്ഥ നമ്മിൽ നിന്നുണ്ടാവരുത്. പൂർണ്ണമായ ആത്മാർത്ഥത, ദുനിയാവ് നേടണമെന്ന ലക്ഷ്യമോ പണം നേടണമെന്ന ലക്ഷ്യമോ പ്രശസ്തി നേടണമെന്ന ലക്ഷ്യമോ നമുക്കുണ്ടാവരുത്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മഹല്ലുകളിലൊക്കെ സംഘർഷങ്ങൾ കൂടുകയാണ്, പ്രശ്നങ്ങൾ കൂടുകയാണ്. ഫിത്നകൾ വളരാതിരിക്കുവാനുള്ള നിലപാടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഫിത്നകൾ വളരാതിരിക്കുവാനുള്ള നിലപാട്. കാരണം നമ്മൾ വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ്. ജനങ്ങളുടെ വിശ്വാസം ദുർബലമാവുകയാണ്. ഇസ്ലാമിനെതിരെ മുസ്ലിംകൾ ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. വിദ്യാസമ്പന്നരായ സ്ത്രീകളുടെ ചോദ്യത്തിൻ്റെ മുന്നിൽ ഇസ്ലാമിക ശരീഅത്തിൻ്റെ സംരക്ഷകർ ഉത്തരം മുട്ടുമോ എന്ന് തോന്നിപ്പോകുന്ന ഘട്ടത്തിലാണ്. ഇവിടെ നമുക്ക് ഈമാന് സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. നമുക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ ശക്തമായി മുസ്ലിം സമുദായത്തെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൃത്യമായ നിലപാടിലേക്ക് നമ്മൾ എത്തണം. പരമാവധി ഫിത്നകൾ കുറയാതിരിക്കാൻ നോക്കണം. നമുക്കറിയാലോ, വളരെ മനോഹരമായി നമുക്ക് നേതൃത്വം നൽകിയ, ഒരു സമുദായത്തെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിച്ച, പാണ്ഡിത്യത്തിൻ്റെ ഔജ്ജല്യം കൊണ്ട് ശ്രദ്ധേയനായ വന്ദരായ ശൈഖുനാ സൈനുൽ ഉലമ, അള്ളാഹു അവരുടെ ദർജ ഉയർത്തുമാറാവട്ടെ. മഹാനവറുകൾ ഈ വിനീതിനോട് പറഞ്ഞൊരു സംഭവം, വർഷങ്ങൾക്ക് മുമ്പ് 2006 സമസ്ത ആലുവ ത്വരീഖത്തിനെതിരെ നിലപാടെടുത്തപ്പോൾ ഉസ്താദിന് കാലിസ്ഥാനമുള്ള ഒരു മഹല്ലിൽ ആലുവ ത്വരീഖത്തിൻ്റെ ഒരു ഖലീഫ് സേവനം ചെയ്തിരുന്നു. അവിടുത്തെ ആളുകൾ ആ ഉസ്താദിനെ പുറത്താക്കണം എന്ന് പറഞ്ഞു. അഭിപ്രായ വ്യത്യാസമുണ്ടായി. ചില ആളുകൾ പറഞ്ഞു ഇപ്പം തന്നെ പുറത്താക്കണം, ചില ആളുകൾ പറഞ്ഞു റമദാനോടെ പുറത്താക്കാം. ഭിന്നതയായി. അവർ പറഞ്ഞു നമുക്ക് മൂല്യരോട് ചോദിച്ചു വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടോട്ടിയിൽ വന്നു, ഉസ്താദിൻ്റെ അടുത്ത് വന്നു. ഉസ്താദ് അവരോട് പറഞ്ഞ ചോദ്യം, ഉസ്താദ് എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. ഞാൻ അവരോട് ചോദിച്ചു, ഫിത്ന കുറഞ്ഞ തീരുമാനം ഏതാണ്, അതെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഫിത്ന കുറയാനുള്ള തീരുമാനം റമദാനിൽ ഒഴിവാക്കിയാലാണ് ഫിത്ന കുറയാം. അപ്പോൾ ഉസ്താദ് പറഞ്ഞു ആ തീരുമാനം എടുത്തോളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ വിശാലമാകാൻ നമുക്ക് സാധ്യമാകേണ്ടി വരും ചില മഹല്ലുകളുടെ ഐക്യത്തിന് വേണ്ടി. ഇത് നമ്മുടെ ഉസ്താദുമാരുടെ നിലപാടാണ്. ഫിത്നയോടുള്ള ഭയം മഹല്ല് ഭാരവാഹികൾക്ക് ഉണ്ടാവണം. മറ്റൊന്ന്, നമ്മൾ മാതൃക കാണിക്കുക എന്നുള്ളതാണ്. സ്വന്തം മാതൃക കാണിക്കുക. മാനേജ്മെൻറ്റ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയാൽ മാനേജ് എന്നെഴുതിയിട്ട് പിന്നെ മീ എന്ന് എഴുതിയിട്ടാണ് എന്ന് വരുന്നത്. മാനേജ് മീ. ആദ്യം സ്വന്തത്തെ മാനേജ് ചെയ്യണം, എന്നിട്ട് മതി ജനങ്ങളോടുള്ള മാനേജിങ്. നമ്മളൊക്കെ നല്ല മാതൃകയാകുക സമൂഹത്തിൽ. എത്ര വലിയ ഉമറാ കഴിഞ്ഞു പോയിട്ടുണ്ട് കേരളത്തിൽ. വന്ദരായ ബാപ്പുട്ടി ഹാജിയെ പോലെയുള്ള ആളുകൾ. അവരെക്കുറിച്ചൊക്കെ പഠിക്കണം.
മഹല്ല് ഭാരവാഹിത്വത്തിൽ നിന്നുകൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ മാതൃകയായി നിലകൊള്ളാൻ കഴിയുന്നിടത്താണ് ഒരു മഹല്ലിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും മഹല്ലിലെ ഇമാമും വിജയിക്കുന്നത്. കൊണ്ടോട്ടിയിൽ 4 വർഷം സേവനം ചെയ്തപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞൊരു കാര്യമുണ്ട്. വന്നിരായ ശൈഖുന സൈനുൽ ഉലമ അവിടെയൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു 15 കിലോ ഇറച്ചി ഞാൻ തരാമെന്ന് പറയാം. ആദ്യം സ്വതക്കയുടെ വാത് പറഞ്ഞു കൊടുത്തിട്ട് ആളുകളിൽ നിന്ന് പിരിവ് നടത്തുന്നതിന് പകരം 15 കിലോ ഇറച്ചി ഞാൻ തരാമെന്ന് പറയൂ ഉസ്താദ്. അപ്പോഴാണ് കുറച്ചാളുകൾ അരി ഞാൻ തരാ എന്ന് പറയുന്നത്. മാതൃകയാണ്. നമ്മൾ പ്രഭാഷണം നടത്തുമ്പോൾ, സ്വതക്കയുടെ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി എല്ലാ ഉസ്താദുമാരും ആ മസ്ജിദിന് വേണ്ടി സേവനം ചെയ്യാൻ തയ്യാറാവണം, സ്വതക്ക ചെയ്യാൻ തയ്യാറാവണം. ഹൈദർ ഉസ്താദിൻ്റെ ഒക്കെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. സ്വയം മാതൃകയാണ്. ദാറുൽ ഹുദയുടെ മാനേജർ ഒരിക്കൽ പറഞ്ഞു, ഒരിക്കൽ വൈകുന്നേരം ഉസ്താദ് പറഞ്ഞിട്ട് കിശയിൽ നിന്ന് കുറച്ച് ചില്ലറ പൈസ ഇട്ടു. അത്രേ ചില്ലറ പൈസ ഇട്ടിട്ട് മാനേജറോട് പറഞ്ഞു, ഇതിലൊരു 170 ഉറുപ്പ്യുണ്ട്, ഇന്ന് ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദിൻ്റെ ആണ്ടാണ്, എൻ്റെ വക കുട്ടികൾക്കൊക്കെ ഒരു പായസം വെച്ച് കൊടുക്കുകയെന്ന് പറഞ്ഞു. ഇങ്ങനെ പറയുന്ന ഉസ്താദുമാരുണ്ടാവണം. സ്വന്തം കിശയിൽ നിന്ന് പൈസ എടുത്ത് സ്വന്തം ഉസ്താദിന് വേണ്ടി ഒരു പായസം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുന്ന ഉസ്താദുമാരുണ്ടാകുമ്പോഴാണ് അടുത്ത ആണ്ടിന് അത് വലിയൊരു പരിപാടിയാക്കാൻ നാട്ടിൽ ആളുകൾ ഉണ്ടാവുക. ഇത് നല്ലൊരു മാതൃകയാണ്. നമ്മൾ സ്വന്തം മാതൃകയാകാൻ തയ്യാറാവുക. ഇത് ഈ പ്രവർത്തനത്തിൽ മാത്രമല്ല, അനുഷ്ഠാനങ്ങളിലും ഇബാദത്തുകളിലും നമുക്ക് പ്രത്യേകമായ ശ്രദ്ധ വേണം. നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്താ? ഒരു 10-15 മിനിറ്റ് പ്രസംഗം കൂടുമ്പോഴേക്ക് നമ്മളൊക്കെ വാച്ചിലേക്ക് നോക്കുന്നു. അരമണിക്കൂർ എന്നല്ലേ പറഞ്ഞത്, ഇനി എത്ര സമയമുണ്ട്? ഖുതുബ ഒന്ന് നീളുമ്പോഴേക്ക് നമ്മളൊക്കെ വാച്ചിലേക്ക് നോക്കുകയാണ്. നല്ല കാര്യങ്ങൾ കേൾക്കാനുള്ള മനോഭാവം നമുക്കില്ല. 2 കാലിൽ നിന്ന് 2 മണിക്കൂറും 3 മണിക്കൂറുമൊക്കെ ടി വിയിലുള്ള മനോഹരമായ പരിപാടികൾ കേൾക്കുന്ന ആളുകളും ഒരു അര ജുസ് പോലും തികയാത്ത സൂറത്തുൽ കഹ്ഫ് ഓതി തീർക്കുമ്പോഴേക്ക് 2-3 പ്രാവശ്യം ഇരുത്തം മാറ്റേണ്ടി വരുന്നു. ഇതിനൊരു മരുന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ദിക്റുല്ലാഹി വതിലാവത്തുൽ ഖുർആനി വസ്സലാത്തു അലയ്യ. അല്ലാഹുവിനെ ഓർക്കുക, ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യുക, എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. ഇത് നമ്മൾ നിർവഹിക്കുക. മഹല്ല് ഭാരവാഹികൾ ആബിദീങ്ങളാകുമ്പോഴേ പൊതുജനങ്ങൾക്ക് ഇബാദത്തിൽ ശ്രദ്ധയുണ്ടാകൂ. നാം വലുതായാൽ നമ്മുടെ മക്കൾ നമ്മെ നോക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ മക്കളെ നന്നായിട്ട് നോക്കുകയല്ല, മക്കളുടെ മുന്നിൽ വെച്ച് നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും നോക്കുക എന്നുള്ളതാണ്. മക്കൾ കാണണം എൻ്റെ ഉപ്പ ഉമ്മ എങ്ങനെയായിരുന്നു നോക്കിയിരുന്നത്. അപ്പോഴാണ് നമ്മുടെ മക്കൾ നമ്മെ നോക്കാൻ തയ്യാറാവുക. നമ്മൾ കൃത്യമായി സുബ്ഹിൻ്റെ ജമാഅത്തിന് വരിക. അപ്പോഴാണ് പള്ളിയുടെ അയൽവക്കത്തിലുള്ള കമ്മിറ്റിയുടെ പുറത്തുള്ള ആളുകളൊക്കെ കൃത്യമായി പള്ളിയിലേക്ക് വരാൻ തീരുമാനിക്കുക. നമ്മളൊരു മാറ്റത്തെക്കുറിച്ച് ആലോചിക്കണം. കുറേ പ്രസംഗങ്ങളിലും പരിപാടികളിലുമായി പ്രവർത്തനത്തിൽ നിന്ന് മാറി നിന്ന് അമലുകളില്ലാതെ, ഇബാദത്തുകളില്ലാതെ, ആഘോഷപൂർണമുള്ള സമ്മേളനങ്ങളിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. ഈ ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എന്നും സുബ്ഹി നിസ്കാരത്തിന് ജമാഅത്തിന് ഞാൻ പങ്കെടുക്കുമെന്ന ബോധത്തോടെ കമ്മിറ്റി അംഗങ്ങൾ തിരിച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ദീനിൻ്റെ വെളിച്ചമുണ്ടാകും, ആത്മീക ചൈതന്യമുണ്ടാകും. ഞാൻ ആ ഭാഗം മാറ്റി വെക്കുകയാണ്. കമ്മിറ്റി നേതൃത്വത്തിലുള്ള ആളുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ. നമ്മുടെ വ്യക്തിത്വം എത്രത്തോളം സ്വാധീനിക്കുന്നു മഹല്ലിനെ എന്ന് നമ്മൾ തിരിച്ചറിയണം. വലിയ പ്രസംഗങ്ങളെക്കാൾ, വലിയ ലേഖനങ്ങളെക്കാൾ, കനപ്പെട്ട പുസ്തകങ്ങളെക്കാൾ 1-2 മിനിറ്റ് കൊണ്ട് തീരുന്ന ചില പെരുമാറ്റങ്ങൾ പല വ്യക്തികളെയും സ്വാധീനിച്ച് നമുക്ക് കാണാൻ കഴിയും. നല്ല വ്യക്തിത്വം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം തുടങ്ങുമ്പോൾ സഫാ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പർവ്വതത്തിൻ്റെ ഇപ്പുറത്ത് നിന്ന് ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുമോ എന്ന ചോദ്യം. എന്താ അതിൻ്റെ പ്രസക്തി? നിങ്ങളൊക്കെ എന്നെ ഒരു സത്യവാനായിട്ടാണോ കാണുന്നത് എന്നാണ് ആ ചോദ്യം. നിങ്ങളൊക്കെ എന്നെ ഒരു സത്യവാനായിട്ടാണോ കാണുന്നത് എന്ന് ഉറപ്പുവരുത്തുകയാണ്. എന്നിട്ട് മതി എൻ്റെ പ്രസംഗം. നിങ്ങൾ എന്നെ സത്യവാനായി കാണുന്നുവോ എങ്കിൽ എനിക്ക് ചില സത്യങ്ങൾ പറയാനുണ്ട്
എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വം സംശുദ്ധമാക്കുക. സുമാമത്തുബ്നു ഉസാൽ എന്ന ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവിനെ സഹാബിമാർ പിടിച്ചുകൊണ്ടുവന്നു മസ്ജിദുൻ നബവിയിലേക്ക്. മസ്ജിദുൻ നബവിയുടെ തൂണിൽ അദ്ദേഹത്തെ കെട്ടിയിട്ടു. അദ്ദേഹത്തെ വധിക്കണമെന്ന് കരുതിയ ആളുകളുണ്ടായിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതോ, അദ്ദേഹത്തിന് നല്ല പാല് നൽകി, നല്ല ഭക്ഷണം നൽകി, നല്ല പെരുമാറ്റം നൽകി. ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിട്ട് പോലും അദ്ദേഹത്തെ സംരക്ഷിച്ചു. 3 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. ഇനി പൊയ്ക്കോ എന്ന് പറഞ്ഞു. അദ്ദേഹം കുതിര തിരിച്ച് നാട്ടിലേക്ക്. വഴിയിൽ അദ്ദേഹം ആലോചിക്കുകയാണ്, ഞാൻ എങ്ങോട്ടായി പോകുന്നത്. അദ്ദേഹം കുതിരയെ തിരിച്ചു വിട്ടു. മസ്ജിദ് നബിയുടെ ഭാഗത്തേക്ക് തിരിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ട് ഇസ്ലാം സ്വീകരിച്ചു. മറമടിയുക്ക് പിക്താൾ എന്ന വിശ്വപ്രസിദ്ധനായ ഖുർആൻ പരിഭാഷകനുണ്ട്. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. ഇത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു പ്രായമുള്ള ഒരാളും ഒരു ചെറുപ്പക്കാരനും ശണ്ട കൂടുകയാണ്. പ്രായമുള്ള ആൾ ചെറുപ്പക്കാരനെ അടിക്കുകയാണ്. ശണ്ട കൂടുകയല്ല, അടിക്കുക. നന്നായിട്ട് അടിച്ചു. ചെറുപ്പക്കാരനൊന്നും ചെയ്യുന്നില്ല. അടിയൊക്കെ കഴിഞ്ഞിട്ട് ആ പ്രായമുള്ള ആൾ പോയപ്പോൾ പിക്താൾ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്താണ്, നിങ്ങൾ ഒരടി പോലും അങ്ങോട്ട് അടിച്ചില്ലല്ലോ, എന്താ പ്രശ്നം? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അത്രേ, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കുറേ പൈസ ഞാൻ വാങ്ങിയിട്ടുണ്ട് കടമായിട്ട്. അത് തിരിച്ചു കൊടുക്കാനുള്ള അവധിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അദ്ദേഹം എന്നെ അടിക്കുകയാ. പിക്താൾ ചോദിച്ചു, ഇത്ര അടിക്കുമ്പോൾ നിങ്ങൾ ഒരടിയെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? ആ ചെറുപ്പക്കാരൻ്റെ മറുപടി പിക്താളിനെ അത്ഭുതപ്പെടുത്തി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, സാർ, എനിക്കടിക്കാം, പക്ഷേ അവധി തീർന്നിട്ടും പണം കൊടുക്കാത്തത് എൻ്റെ ഭാഗത്തുള്ള തെറ്റ്. ഇങ്ങനൊരു അടി കൂടി കൊടുത്താലോ അത് അതിലും വലിയ തെറ്റാ. നാളെ എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. റബ്ബിൻ്റെ മുന്നിൽ മറുപടി പറയുകയോ? പിക്താൾ ആലോചിച്ചു. അദ്ദേഹം തിരിച്ചു പോരാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച്, ഇസ്ലാം സ്വീകരിച്ച്, ഖുർആൻ പരിഭാഷ ചെയ്ത്, അദ്ദേഹത്തിൻ്റെ പരിഭാഷ വായിച്ച് ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. എന്തുകൊണ്ട്? ഒരു ചെറുപ്പക്കാരൻ്റെ 2 മിനിറ്റ് നേരത്തെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള പെരുമാറ്റം. ഈ രീതിയിലേക്ക് നമ്മൾ മാറണം. നമ്മുടെ വ്യക്തിത്വമാണ് നമ്മുടെ പ്രസംഗത്തെക്കാൾ, നമ്മുടെ ഭാവങ്ങളെക്കാൾ, നമ്മുടെ അംഗവിക്ഷേപങ്ങളെക്കാൾ സമൂഹത്തെ ആകർഷിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ അവസരം തന്ന സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ സംഘാടകർക്ക് അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.